നീ മിണ്ടരുത്. അടിച്ചതിന്റെ മുമ്പ് ഞാൻ തിരിക്കും. നാട്ടുകാരെ പറ്റിച്ച് ഞാൻ ഉണ്ടാക്കിയ കാശുകൊണ്ട് നിന്നെ ഞാൻ റാണിയെ പോലെ വളർത്തിയത്. എന്നിട്ട് നീ തിന്നാൻ പോലും വകയില്ലാത്ത ആ പാറുവിനോട് തോറ്റിട്ട് വന്ന് നിന്ന് തത്വം പറയുന്നേ. വെറുതെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടിലെ വലിയ മുതലാളിയല്ലേ ഏട്ടൻ. എന്നിട്ടും ആ പാറു ഏട്ടനെതിരെ എത്ര പരാതികളെ കൊടുത്തിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലുമായിട്ട്. അവളെ എതിർക്കാൻ എന്താ ഏട്ടൻ ഓണത്തുമില്ലേ? വെറുതെ ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഏട്ടനെ കൊണ്ട് അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മോളെ, മുതലാളിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? ചേട്ടൻ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടിട്ട് തലയാട്ടുന്നതിൽ എന്താ മോളെ തെറ്റ്? ഒപ്പത്തിനൊപ്പം സംസാരിക്കരുത്. ഒന്ന് ശാന്തമായിരിക്കും മോളെ. അല്ലേ മുതലാളി? എന്നെ എന്തിനാ മുതലാളി അടിച്ചത്? എല്ലാത്തിനും കാരണം നീയാ. ഒരു പെണ്ണിനെ മര്യാദയ്ക്ക് കെട്ടിയിടാൻ പറ്റാത്ത നീയൊക്കെ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുക. മുതലാളി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അവിടെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എന്റെ കൈ കൊടുത്ത് തീർക്കാം. അത് ചെയ്യാൻ എനിക്കെന്താ അറിയില്ലേ? അവളും അവളുടെ അച്ഛനും അത്ര പെട്ടെന്ന് തീരരുത്.